ശരി, നാളേക്ക് കുറച്ചാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ സിംജിത എന്ന് പറയുന്ന ആ മനുഷ്യ പിശാചിനെക്കുറിച്ച് ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു. കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സിംജിതയുടെ അവസ്ഥ അല്ലേ. ആ പാവപ്പെട്ട യുവാവ് ആത്മഹത്യ ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ തുടക്കത്തിൽ ഞാൻ വെച്ച വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഇവളോട് ചോദിക്കുകയാണ്, ആരോ ചോദിക്കുന്നുണ്ട്, പത്രപ്രവർത്തകരാണോ ആരോ എന്ന് അറിഞ്ഞുകൂടാ. വീഡിയോ ഒരു കണ്ടന്റ് എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു. ആ ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലെ? ഞാനത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസുണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ്. ആ പാവപ്പെട്ട സാധു നിങ്ങളുടെ ഇത് ഈ വീഡിയോയിലിട്ട് വൈറലാക്കിയ ആ മനം നൊന്ത് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വളരെ നിസ്സാരമായിട്ട്, അവൾക്കെന്താ, അവളുടെ ആരും അല്ലല്ലോ, അപ്പോൾ അങ്ങനെ പോയെങ്കിൽ പോട്ടെ, അങ്ങനെ സംഭവിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫെമിനിസ്റ്റാണ്. അപ്പോൾ ഞാനെങ്ങനെ കാരണം കണ്ടമാനം കിട്ടുന്ന പൈസ മുഴുവനും അവളുടെ മുഖത്തും അവളുടെ മറ്റു കാര്യങ്ങളിലൊക്കെ ചിലവാക്കി സൗന്ദര്യവൽക്കരണ സാധനം. ഇപ്പോഴത്തെ ഈ പെണ്ണുങ്ങൾ മുഴുവൻ അതാണല്ലോ. ഈ യൂട്യൂബർ ഇപ്പോൾ പല സിലുവിനെ കാണുമ്പോഴും സാജിദയെ കാണുമ്പോഴും ഒക്കെ ഇവൾ കാണുന്നുണ്ടല്ലോ. എനിക്ക് ഇതേമാതിരിയുള്ള ഒരു വലിയ റീച്ചുള്ള സിലൂട്ടാക്ക് സല്ല എന്ന് പറയുന്ന ആ പെണ്ണിനൊക്കെ യഥാർത്ഥത്തിൽ 8 ലക്ഷം 9 ലക്ഷം ഉറുപ്പിക കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പകുതിയെങ്കിലും എനിക്ക് കിട്ടാൻ തുടങ്ങിയാൽ എൻ്റെ തോന്നിവാസത്തിനനുസരിച്ച് നല്ല പുട്ടിയിട്ട് മുഖത്ത് നല്ല അലങ്കാര വസ്തുക്കൾ തേച്ച് പിടിപ്പിച്ച് നല്ല വസ്ത്രം ധരിച്ച് എനിക്കിങ്ങനെ ബസ്സിലോ എനിക്കിഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാലോ. അതിന് ഞാൻ ഒരു ഫെമിനിസ്റ്റിയായിട്ട് മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പില്ല. കൂടത്തായാലും ജോലിക്ക് കാലാന്തരത്തിൽ കോടതി മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പ് കിട്ടൂല. ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. നീ ജീവൻ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു, പക്ഷേ നീ ജീവൻ നഷ്ടപ്പെടുത്തി എന്താണെന്ന് എനിക്ക് എന്നെ കേൾക്കുന്ന മലയാളി മനസ്സുകൾക്ക് വായിക്കാൻ കഴിയും. കാരണം ആളുകൾ മാത്രമല്ല, സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലമാണല്ലോ. അപ്പോൾ ഒന്നും പറഞ്ഞുകൂടാ. മോളെ എന്താ എൻ്റെ ഈ തലയിലൊന്ന് തട്ടട് എന്ന് ഏതെങ്കിലും ഒരു കിളവിയോ ഒരു കിളവനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആകെ പുകിലായി. ആലോചിച്ച് നോക്കൂ. എന്നമാതിരി വെറുതെ എങ്കിലും ഈ പറയുന്ന ലിപ്സ്റ്റിക്കും പുട്ടിയും ഒക്കെ ഇട്ട് ബസ്സിലൊക്കെ കയറി വന്ന്, ബസ്സെന്ന് പറഞ്ഞാൽ സ്വകാര്യ വാഹനമൊന്നും അല്ലല്ലോ. ബസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് മുഴുവൻ കയറുന്നതാണ് ഈ ബസ്. അത്ര വലിയ നീ ആരുടെയും അടുക്കലും തട്ടാനും മുട്ടാനും ഒന്നും എനിക്ക് പാടില്ല. നിനക്ക് സ്വന്തം ഒരു കാറ് ഒക്കെ വിളിച്ചു പോ. അപ്പോൾ എന്താ ഇതൊന്നും അല്ലത്. ഈ വേശ്യകളുടെ ചാരിത്ര ശുദ്ധി എന്ന് പറയുന്നത് പോലെ വെറുതെയെങ്കിലും ഈ പറയുന്ന ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ മദ്രസയിലേക്ക് പോകുമ്പോൾ ചില സ്ത്രീകൾ അന്ന് കുളത്തിലൊക്കെ കുപ്പായിടാതെ കുളിക്കുമ്പോൾ വെറുതെയെങ്കിലും പുറത്തേക്ക് കയറി വന്നിട്ട് പറയൂ, എന്താണ്ട് ഇത് ഞങ്ങളുടെ കുളത്തിലാണ് എത്തി നോക്കണത്, ഞങ്ങൾ അറിഞ്ഞിട്ട് കൂടെ ഉണ്ടാവില്ല സ്കൂൾക്കും മദ്രസയിലേക്കും പോകുമ്പോൾ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഇവളുടെ ചാരിത്ര ശുദ്ധി. ഇവള് ആളുകളെ മുഴുവനും തൻ്റെ ചാരിത്ര ശുദ്ധി ഇങ്ങനെ വിളിച്ചറിയിക്കാൻ ഞാൻ കേട്ടോ ഇന്ന അയാൾ. സത്യത്തിൽ എന്താ ഈ പറയുന്നതിലൊക്കെ അർത്ഥമുള്ളത്? മാത്രമല്ല ഏതെങ്കിലും 1000-ൽ 1 പുരുഷനൊക്കെ അല്ലേ അത്തരത്തിൽ ചെയ്യുള്ളൂ. മാത്രമല്ല അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന സംഭവം ആലോചിച്ച് നോക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ ഇവൾ പറയുന്നുണ്ട്, എന്നെ പിറകിൽ കൈവച്ചുകൊണ്ട് ഇയാൾ ഫോളോ ചെയ്ത് ഇങ്ങനെ വരികയാണ് ഇയാൾക്ക്. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യേണ്ട? അപ്പോൾ ഫോളോ ചെയ്ത് വരുമ്പോൾ അവിടെ എന്തെല്ലാം പരിഹാര സംവിധാനങ്ങളുണ്ട്. സാധാരണ രീതിയിൽ നമ്മളും കുറേ പെണ്ണുങ്ങളെയൊക്കെ കാണുന്ന ആളാണ് അല്ലേ. അവർ സാധാരണ എന്തെങ്കിലും അന്യായമായിട്ട് ഒരു പുരുഷൻ എന്തെങ്കിലും രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ആ ബസ് നിർത്താൻ പറയുക. മാത്രമല്ല ഇവൾ കുറച്ച് ഫെമിനിറ്റി കൂടെ ആയ സ്ഥിതിക്ക് ഉച്ചുണ്ടാക്കി ബഹളുണ്ടാക്കിയിട്ട് ആ ബസ് നിർത്തിക്കാം. ഇനി അതല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള കുറേ പെണ്ണുങ്ങൾ ഉണ്ടാവും, ഇത് കണ്ടേ ആണുങ്ങളും ഉണ്ടാവും. അന്യായത്തിനൊന്നും ആരും ഇപ്പോൾ കുട പിടിച്ച് കൊടുക്കുമൊന്നുമില്ല. ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരാണ് ഒരുത്തൻ ഒരു പെണ്ണിനെ അത്തരത്തിൽ വല്ലതും മോശമായ രീതിയിൽ സ്പർശിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള സ്ത്രീകളും പുരുഷന്മാരും തന്നെ രംഗത്തിറങ്ങിയിട്ട് ആ ചെറുക്കനെ കൈകാര്യം ചെയ്യില്ലേ. മാത്രമല്ല ഇനി അവളെന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവൾ പറയുന്നത് എന്താണ്? എന്നെങ്ങനെ ഞാൻ ഇറങ്ങുമ്പോഴും ഞാൻ കയറുമ്പോഴും ഞാൻ ബസ്സിൽ ഉണ്ടായിരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ എന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾക്ക് എന്താ ചെയ്യേണ്ടതുള്ളൂ? ആ ബസ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലേ. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊന്ന് കേട്ട് നോക്കും. ഇപ്പോൾ അവൾ പറയുന്നുണ്ട്, അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്കിന്ന് അതൊരു പരാതി. ആ പരാതി ഞാൻ എൻ്റെ ഒരു പരിചയത്തിൽപ്പെട്ട ഒരു പോലീസുകാരനേക്ക് വിളിച്ചു. സാധാരണ രീതിയിൽ ലോകത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആരെങ്കിലും ഒരു മന്ത്രി പോലും സാധാരണ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഇതട്ടാ എൻ്റെ പരാതി അതുകൊണ്ട് എഴുതി വെച്ചോ എന്ന് പറയാറില്ല.
സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ തൻ്റെ ആങ്ങളമാരെയോ അല്ലെങ്കിൽ ബാപ്പാനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെയോ അതും അല്ലെങ്കിൽ സ്ത്രീക്ക് ഒറ്റക്ക് തന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമല്ലേ, അപ്പോൾ ഒറ്റക്ക് കടന്നു ചെന്ന് മാന്യമായ രീതിയിൽ ഇതാ ഇന്ന ആള് അല്ലേ, ഇനി മാത്രമല്ല ഈ ബസ്സുകാരോട് പറഞ്ഞാൽ തന്നെ മതി, ആ ബസ്സിലാണ് ഇന്ന ആള് ഇന്നടത്തു നിന്ന് വന്ന അല്ലേ എന്ന് പറഞ്ഞ് അത് മാന്യമായ രീതിയിൽ പരാതി എഴുതി കൊടുക്കുക എന്നതാണ് സാധാരണ രീതിയിൽ ലോകത്ത് ഇന്ന് വരെയും രാജ്യത്തുണ്ടായിട്ടുള്ള പരാതിയുടെ രീതി. അതല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ചു, ആരാപ്പതുകള് സാധാരണ ഒരു സ്ത്രീ പോലീസ് തനിക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനേക്ക് വിളിച്ചു, അപ്പോഴേക്ക് പിന്നെ എന്ത് സംഭവിച്ചു, ഇതൊന്നും പറയണില്ല, എന്നിട്ട് തുടർ നടപടികളിലേക്കല്ലേ പോണ്ടത്, എന്നിട്ട് പിന്നെ അതൊന്നുമില്ല. എന്ത് കാട്ടാള സ്ത്രീകളാണ് ഇതൊക്കെ. ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് രണ്ട് ലോകത്തും അള്ളാഹു ഇത് അനുഭവിപ്പിച്ചാൽ ഒരു കുടുംബത്തെയാണല്ലോ അനാഥമാക്കിയത് എന്തിൻ്റെ പേരിലായാലും. മാത്രമല്ല ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ നിരപരാധിയെ ഇല്ലായ്മ ചെയ്ത ഇവൾ ഇന്നുണ്ട്, എന്നിട്ട് അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അത് വളരെ കൂളായിട്ട് ലോകത്ത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. പോലീസിൽ പരാതിപ്പെടുക എന്നതോ അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയുക അല്ലെങ്കിൽ ഡ്രൈവറോട് പറയുക അല്ലെങ്കിൽ അടുത്ത് തന്നെയുള്ള ആളുകളോട് പറയുക, ഒച്ചുണ്ടാക്കി ബാളുണ്ടാക്കി അവൻ ഒരു ആയുധധാരിയായിട്ടൊന്നും നടക്കുന്ന ആളൊന്നും അല്ലല്ലോ ആ മരിച്ച ആള്, ആത്മഹത്യ ചെയ്തവേ, അവനെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് പിടിക്കാനേ ഉള്ളൂ. മാത്രമല്ല ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു അന്യായ പരിപാടി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബസ്സിൽ പോണ ഒരു വ്യക്തിയാണ്. ആ ബസ് ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ ആളുകൾക്കോ ഒന്നും തന്നെ ആ വ്യക്തിയെക്കുറിച്ച് അന്യായമായിട്ട് അഥവാ അനിഷ്ടകരമായിട്ട് ഒന്നും പറയാനില്ല, മോശപ്പെട്ട ഒരാളെ അല്ല. അപ്പോൾ വെറുതെ എങ്കിലും ഒരു റീച്ച് ഉണ്ടാക്കി ഈ പറയുന്ന സ്ത്രീ വ്ളോഗർമാർക്കൊക്കെ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഫെമിനിസ്റ്റുകളായ സ്ത്രീകളുടെ വ്ളോഗുകൾ കണ്ട് തനിക്കും അതുപോലെ തന്നെ ലക്ഷങ്ങളുടെ വരുമാനം കിട്ടണമെന്ന ആ സ്വപ്ന തന്നെ ആ ഒരു വീഡിയോ വൈറലായി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിന്നീട് അവൾക്ക് കൂടുതൽ വലിയ റീച്ച് ഉണ്ടായിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം, ഇതായിരുന്നു അവളുടെ യഥാർത്ഥ ലക്ഷ്യം. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ദുഷിച്ച മനസ്സുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം കിട്ടുക, ഇവളുടെ ഈ പ്രവൃത്തി കപടതയാണെന്ന് അള്ളാഹു ലോകത്തിന് മുമ്പിൽ പെട്ടെന്ന് തന്നെ തെളിയിച്ചതാണിത്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ, നിന്റെ ആ പാവപ്പെട്ടവനെ കുറിച്ച് നീ അന്യായമായത് പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ മനോദുഃഖത്താൽ അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു കൊതുവിനാട്ടിയതുപോലെ. അത് ശരി, അത് ഞാൻ അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്താ അവൾ പ്രതീക്ഷിച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇതിന് മറുപടി പറയൂ. നിങ്ങൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ സമൂഹം ജാഗ്രത ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.